ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ സൊസൈറ്റി ഇന്ത്യ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇവയുടെയൊക്കെ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് CSSD കൃത്യമായിട്ട് റൺ ചെയ്യേണ്ടതെന്നുള്ളത്. സെൻട്രൽ സ്റ്റെറിലൈസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായും യൂണിഡയറക്ഷണൽ ഫ്ലോ ഉള്ള ഒരു കൃത്യമായ സോൺ തിരിച്ചിട്ടുള്ള സെപ്പറേഷൻസ് ഉള്ള ഒരു സ്ഥലമായിരിക്കണം. അതിന് അത്യാവശ്യം വരുന്ന സ്പേസിങ് അവിടെ ഉണ്ടാവണം. കാരണം ഡേർട്ടി ഏരിയ ഉണ്ടാവണം, ക്ലീൻ ഏരിയ ഉണ്ടാവണം, അതിൻ്റെ സ്റ്റോറിങ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ശരിക്കും റിസീവിങ്, വാഷിങ്, ക്ലീനിങ്, പാക്കിങ്, സ്റ്റെറിലൈസേഷൻ, സ്റ്റെറൈൽ സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ, ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഡിഫൈൻഡ് ആയിട്ടുണ്ടാവണം. അതിനൊക്കെ സ്പേസ് എവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് കൃത്യമായും പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം ആ സ്പേസ്. സോ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഒന്നാമത്തത് 7ാമത്തെ സ്റ്റാൻഡേർഡിൽ the organization provide adequate space and appropriate zoning for sterilization activities. നമ്മുടെ സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന CSSD ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ സ്റ്റെറൈൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിനാവശ്യമായ സ്പേസ് ഉള്ള സ്ഥലമായിരിക്കണം. അത് കൃത്യമായി നടപ്പിലാക്കാൻ അവിടെ പറ്റുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. യൂണിഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കണം. ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ, അത് മറ്റൊരു സെഷൻ നമുക്ക് ചെയ്യാം. ഈ ഒരു NABHൻ്റെ സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വ്യക്തമായി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ സൊസൈറ്റി ഇന്ത്യയുടെയും WHOയുടെയും ഗൈഡ് ലൈൻസ്. സോ IPC 7A, the organization provides adequate space and appropriate zoning for sterilization activities.